ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ്. നമ്മൾ ഓൾറെഡി പോയ സ്ഥലമാണ്, എന്നാലും കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആരാ ഊമയാണ് എന്റെ ഭർത്താവ്. ഊമ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അയ്യടാ, നമ്മൾ പോകുന്നത് ഇപ്പൊ അത് ടൂറിസ്റ്റ് സ്പേസ് ആക്കിയോ? അപ്പൊ നമ്മളിനി വയനാട് എത്തിയതിനു ശേഷം അവിടുത്തെ ആരും കാണാത്ത ഉൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ വയനാട് എത്തിയതിന് ശേഷം നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. പെർഫെക്റ്റ് ഒരു ഹോട്ടൽ ആംബിയൻസ് ആയിരുന്നു. രാവിലെ തന്നെ ഒരു സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങൾ സെറ്റായി. ഗൈസ്, ഇങ്ങനെ ഒരു കേക്ക് മുറി ഞങ്ങളുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വയനാട് എത്തിയതിന് ശേഷം എവിടെയാ സ്റ്റേ ചെയ്തത്? ജാസിന്റെ വീട്ടിൽ. ആരാ ജാസ്? ജാസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയപ്പെടുന്നു. ശരിക്കല്ല, സ്നേഹം അത്രയില്ല. ഈ കേക്ക് ഇങ്ങനെ ഒരുക്കിയത് ജാസിന്റെ പപ്പ. ഈ പപ്പയാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. വെറുതെ ഒന്ന് വായി നോക്കുന്നത് ജാസ്. സെലിബ്രിറ്റി അതാരി മനോജ് കുമാർ ഓൾറെഡി ഉണ്ട് മമ്മ. ഇത് ചിന്നമ്മ ജോയ്. പൂമാറ്റൽ ചടങ്ങുണ്ട്. ആദ്യം ചെടി എടുത്ത് മാറ്റൽ. പപ്പ കേക്കിൽ വെച്ച ചെടി. പപ്പ ഇത് ശവനാറി പോണോ? ഇത് നീലക്കുറി 12 വർഷത്തിലേക്ക് നോക്കുന്നതാട്ടോ. ഇത് വയലറ്റ് കുറിഞ്ഞി, ഇത് പച്ചക്കുറിഞ്ഞി. ഹായ്, ഹലോ, ഹാപ്പി മാരീഡ് ലൈഫ് ടു us. പപ്പ പാട്ട് പാടുന്നില്ല? താങ്ക് യു ഗൈസ്, താങ്ക് യു. കൊടുക്ക് പപ്പയ്ക്കും. ഞാൻ തരാം. ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പേരിൽ മനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാസിന്റെ ഫാമിലി ഞങ്ങൾക്ക് പായസം, കേക്ക്, പായസം, പൂവ്, മുട്ടക്കറി, എവിടെ അപ്പം, കപ്പ ബിരിയാണി, അപ്പം എല്ലാം ഉണ്ട്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ഇന്നലെ പറഞ്ഞ പോലെ വയനാട് നമ്മുടെ നല്ല നല്ല സ്പോട്ടുകളിൽ എത്തിയതിനു ശേഷം വീണ്ടും കാണാം. സീ സൂൺ.